ഗായ്സ് നമ്മളങ്ങനെ ഊട്ടി എത്തിയിരിക്കുന്നു. ഊട്ടിയല്ല ബ്യൂട്ടി, എന്താ ഊട്ടി, എന്താ അത്? ഏതോ കാനന വഴിയാണ്, ശരണം വിളിച്ചു പോവാം. നമ്മളങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാളെ എല്ലാപ്പൂർ റൂട്ടാണ് കയറുന്നത്. അപ്പം നാട്ടെ നമ്മളെ വഴി വെച്ച് പോലീസ് ഒന്ന് പിടിച്ചു. കുഴപ്പമൊന്നുമില്ല, വളരെ മാന്യമായിട്ടുള്ള പോലീസുകാരനാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട്. അങ്ങനെ നമ്മൾ താണ്ടെ യാത്ര തുടർന്നു. നമ്മളിപ്പം പോകുന്നത് എല്ലാപ്പൂർ കാടുകളിലേക്കാണ്. അങ്ങനെ എല്ലാപ്പൂർ താണ്ടി നേരെ പൂനെക്ക്. അങ്ങനെ താണ്ടെ പോയ വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വണ്ടിയുടെ ബ്രേക്ക് ഇറക്കത്തിൽ നഷ്ടപ്പെട്ടു. നേരെ കൊണ്ടുവന്നൊരു പോസ്റ്റും ഇതിനായി ഇടിച്ച് വണ്ടി ചരിക്കും. ദൈവഭാഗ്യത്തിന് ആർക്കും പരിക്കുകളോ കാര്യങ്ങളോ ഇല്ല. ഇതൊക്കെ വണ്ടിക്കകത്ത് ഉള്ളതാണ്. റിസ്ക് എടുത്താണ് ഈ ലോഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെതാ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് എന്നാൽ ഒരു ചായ കുടിച്ചാലോ എന്നൊരു പ്ലാൻ ഇട്ടത്. പിന്നെ നോക്കിയില്ല, അവിടെ വണ്ടി ചവിട്ടിയിട്ടിട്ട് നേരെ നടന്നു ചായ കുടിക്കാൻ വേണ്ടി. ആണ്ടെ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അത്യാവശ്യം വണ്ടി ഒതുക്കാനുള്ള സ്പേസ് കിട്ടിയത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ അങ്ങ് ചവിട്ടി. അങ്ങനെ താണ്ടെ അവൻ പോയി ഒരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ആ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചു. അങ്ങനെ താണ്ടെ ഞങ്ങളെല്ലാം ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ തൊട്ടപ്പുറത്ത് ഒരു ബസ് കൊണ്ട് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്ത് കുറേ പിള്ളേർ എന്താ പറയുക ടൂർ പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയാന്ന് തോന്നുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത്. അങ്ങനെ അവിടുന്ന് വണ്ടി വീണ്ടും എടുത്ത് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ അവനോട് ഓരോ സംശയങ്ങൾ ചോദിച്ചത്. ഇവിടെ ആനയും പുലിയൊക്കെ ഉണ്ടോ, അതിനെയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അവൻ പറഞ്ഞ് ആനയിറക്കും, മുയിലിറക്കും, മലമ്പാമ്പിറക്കും എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഏകദേശം ടൗണിൻ്റെ അടുത്ത് എത്താറായത്. അങ്ങനെ അതാണ് നമ്മൾ അവിടുത്തെ ഒരു ചെറിയൊരു ടൗണിലെത്തി. ഈ ടൗണിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ആൾത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വണ്ടികൾ തിരിച്ച് ലോഡുമായിട്ട് ഒന്നെങ്കിൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഗോവ ആ ഭാഗത്തൊക്കെ ലോഡായിട്ട് പോകുന്ന വണ്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്.